നമസ്കാരം. ഇന്ന് ജൂലൈ 3 സെന്റ് തോമസ് ഡേ. ഭാരതത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജൂലൈ 3. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലീഹായുടെ ഭാരതത്തിലേക്കുള്ള ആഗമനവും സുവിശേഷീകരണവും രക്തസാക്ഷിത്വവും എല്ലാം ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ജൂലൈ 3. പ്രത്യേകിച്ച് മലങ്കരയിലുള്ള സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതിൻ്റെ കാരണം ജൂലൈ 3 എന്ന് പറയുന്നത് തോമാസ് ലീഹയുടെ ദുഃഖ്റോനയായിട്ടാണ് സുറിയാനി ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത്. ദുഃഖ്റോന എന്ന് പറയുമ്പോൾ ഓർമ്മദിനം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. സാധാരണ ഏതൊരു വിശുദ്ധന്മാരുടെയും മരണ ദിവസമാണ് ദുഃഖ്റോനയായിട്ട് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ജൂലൈ 3 എന്ന് പറയുന്നത് തോമാസ് ലീഹയുടെ രക്തസാക്ഷിത്വ ദിനമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വഹിച്ച് കബറടങ്ങിയ തോമാസ് ലീഹായുടെ തിരുശരീരം AD 232 സുറിയാനി കച്ചവടക്കാരനായ ഖാബിൻ വന്ന് അത് ഏറ്റെടുക്കുകയും അത് എഡേസിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ദിനമായിട്ടാണ് ജൂലൈ 3 നമ്മൾ തോമാസ് ലീഹായുടെ ദുഃഖ്റോനയായിട്ട് ആചരിക്കുന്നത്. തോമാസ് ലീഹയുടെ യഥാർത്ഥ നാമം യൂദ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗോത്രം യഹൂദ ഗോത്രമായിട്ടാണ് അനുമാനിക്കുന്നത്. അദ്ദേഹത്തിന് തോമ എന്നുള്ള പേര് വരാൻ കാരണം അരാമയ വാക്യായ തോമയുടെ അർത്ഥം ഇരട്ട എന്നാണ്. അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അരാമയ വാക്കിൽ അത് തോമ എന്നും, ഇത് ചില ഭാഗങ്ങളിൽ നമുക്ക് പുതിയ നിയമം ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് ചില ഭാഗങ്ങളിൽ നമുക്ക് ദിദിമോസ് എന്ന് കാണാം. ദിദിമോസ് എന്നുള്ളത് തോമയുടെ ഗ്രീക്ക് നാമവും ആണ്. അത് നമുക്ക് ഇംഗ്ലീഷിൽ തോമസ് എന്ന് നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ദിദിമോസ് എന്നുള്ളതും തോമ എന്നുള്ളതും തോമസ് എന്നുള്ളതും 3 ഭാഷകളിലുള്ള ഒരേ വ്യക്തിയുടെ പേര് തന്നെയാണ്. പക്ഷേ ഇരട്ട എന്നുള്ള അർത്ഥത്തിലാണ് അതിന് ആ പേര് ഇട്ടിരിക്കുന്നത്. മറ്റു ശിഷ്യന്മാർക്ക് യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള സംഭവം വിശ്വസിക്കാതിരുന്നതിൻ്റെ പേരിൽ പാശ്ചാത്യ ലോകം തോമാസ് ലീഹയെ തിരിച്ചറിയുന്നത് ഡൗട്ടിംഗ് തോമസ് എന്ന പേരിലാണ്. ഡൗട്ടിംഗ് തോമസ്, സംശയാലുവായ തോമസ്. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമോ ക്യാരക്ടറോ ഒന്നും അല്ലായിരുന്നു ഈ സംശയം എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തെ സംശയരോഗിയായിട്ടാണ് പൊതുവെ ആളുകൾ ചിത്രീകരിക്കാറുള്ളത്. തികച്ചും ന്യായമായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള സംശയമാണ് അദ്ദേഹം അവിടെ ആവശ്യപ്പെട്ടത്, ആ സംശയം ഉന്നയിച്ചത്. ആ സംശയം യേശു കർത്താവ് നേരിട്ട് തന്നെ മറ്റു ശിഷ്യന്മാരെ എല്ലാവരേക്കാളും വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അത് തെളിയിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും അതെല്ലാം ആൾക്കാർ മറക്കുകയും ആ സംശയത്തിൻ്റെ പേരിലാണ് ഇന്നും തോമാസ് ലീഹയെ പാശ്ചാത്യ ലോകം പ്രത്യേകിച്ചും തിരിച്ചറിയുന്നത്. അതങ്ങനെയാണ് ലോകം. നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു തെറ്റ്, ആ തെറ്റ് എത്ര തിരുത്തപ്പെട്ടാലും ആ തെറ്റിൻ്റെ പേരിൽ തന്നെയാണ് ലോകം നമ്മളെപ്പോഴും തിരിച്ചറിയുകയുള്ളൂ. സംശയാലുവായ തോമസ് എന്നതിനേക്കാൾ ധീരനായ തോമസ് എന്നുള്ള ഒരു വാക്കാണ് തോമാസ് ലീഹയ്ക്ക് ചേരുന്നത്. അതിൻ്റെ കാരണം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ ദീനമായി കിടക്കുന്നതും സഹോദരിമാർ യേശു കർത്താവിനെ ആളയച്ച് ദീനമായി കിടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുകയും യേശു കർത്താവ് യഹൂദയിലേക്ക് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റ് ശിഷ്യന്മാർ കർത്താവെ ഇപ്പോൾ പോകണമോ, അവർ യഹൂദന്മാർ കല്ലെറിയാൻ ഭാവിച്ച് നിൽക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദിദിമോസ് എന്ന് പേരുള്ള തോമസ് ലീഹ വന്നിട്ട് പറയാണ്, നാമും മരിക്കേണ്ടതിന് അവനോട് കൂടെ പോവുക, മരിച്ചാലും യേശു കർത്താവിൻ്റെ കൂടെ പോകണമെന്നുള്ള വളരെ ശക്തമായ ധീരമായ നിലപാടെടുത്ത ഒരു ശിഷ്യനായിട്ടാണ് തോമാസ് ലീഹയെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തോമാസ് ലീഹയെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുകളാണ് നമുക്ക് ബൈബിളിലൂടെ ലഭിക്കുന്നത്. എന്നാൽ തോമാസ് ലീഹായുടെ പിന്നീടുള്ള സുവിശേഷ യാത്ര നമുക്ക് ആക്ട്സ് ഓഫ് ജൂദാസ് തോമസ് എന്ന് പറയുന്ന അപ്പോക്രിഫ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ആ ഗ്രന്ഥപ്രകാരം ഗോണ്ടോഫ്രസ് രാജാവിൻ്റെ കൊട്ടാര നിർമ്മാണത്തിനായി ഹബ്ബാൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വ്യാപാരി മുഖേനയാണ് തോമാസ് ലീഹ ഭാരതത്തിലേക്ക് എത്തുന്നത്. BC 95-നും AD 48-നും ഇടയിൽ അഫ്ഗാനിസ്ഥാൻ മുതൽ പഞ്ചാബ് വരെയുള്ള പ്രദേശത്ത് ഭരിച്ചിരുന്ന ഒരു രാജാവാണ് ഗോണ്ടോഫ്രസ്. അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. പാകിസ്ഥാനിൽ നിന്നുമെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ള പല നാണയങ്ങളിലും ഈ ഗോണ്ടോഫ്രസ് രാജാവിൻ്റെ നാമം ആലേപനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1836 പാകിസ്ഥാനിലെ തന്നെ പേശവാറിനടുത്തുള്ള മർദാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിട്ടുള്ള തക്തി ബാഹി എന്ന് പറയുന്ന ലിഖിതത്തിൽ നിന്നെല്ലാം ഇദ്ദേഹത്തിന്റെ കാലഘട്ടമൊക്കെ നമുക്ക് ഗണിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോണ്ടോഫ്രസ് രാജാവ് എന്ന് പറയുന്നത് ഒരു മിത്തല്ല. അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ടുള്ള തെളിവുകൾ
നാണയങ്ങളും കാര്യങ്ങളെല്ലാം ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തക്തിബാഹി എന്ന് പറയുന്ന ലിഖിതം ഇന്ന് ലാഹോർ മ്യൂസിയത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത്. ഇൻഡോ പാർത്യൻ രാജാവായ ഗോണ്ടഫറസിന്റെ കൊട്ടാര നിർമ്മാണത്തിനായി തോമാസ് ലീഹയെ അവിടേക്ക് ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് ഈ യഹൂദന്മാരുടെ സാന്നിധ്യം തന്നെയാണ്. യേശു കർത്താവിന്റെ ശിഷ്യന്മാർ പോയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ സാന്നിധ്യം ഉള്ളിടത്തോട്ടാണ് അവർ സുവിശേഷ ദൗത്യമായിട്ട് പോയിട്ടുള്ളത്. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, താൻ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ തേടി തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ശിഷ്യന്മാരെ കർത്താവ് അയക്കുന്നത് പോലും ഈ യഹൂദ ഡയസ്പോറകളിലേക്കാണ്. അങ്ങനെ തന്നെയാണ് തോമാസ് ലീഹ യഹൂദന്മാരെ തേടി തന്നെ ആ ഭാഗങ്ങളിലൂടെ എല്ലാം കടന്നു വന്നിട്ടുള്ളത്. യേശു കർത്താവ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന വാദവും ഇത് തന്നെയാണ്, ഈ ഭാഗങ്ങളിലുള്ള യഹൂദ സാന്നിധ്യം. ഇന്നത്തെ പാകിസ്ഥാൻ, പഞ്ചാബ് മേഖലകൾ, പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ, തക്ഷശില അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം യഹൂദന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് യഹൂദന്മാരുടേതായിട്ടുള്ള കല്ലറകൾ. അതിന് ഡോൾമെൻസ് എന്നാണ് ആ കല്ലറകളെ വിളിക്കുന്നത്. അതൊരു തെളിവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ഭാഗത്തു നിന്നാണ് പിന്നീട് ഇവർ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു പോയിട്ടുണ്ടെന്നുള്ള അറിവ് തോമാസ് ലീഹയ്ക്ക് അറിവ് കിട്ടുകയും അതനുസരിച്ചാണ് മലബാറിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി തോമാസ് ലീഹ ഒരുങ്ങുന്നത്. ഈ 1-ാം നൂറ്റാണ്ടിലാണ് ഹിപ്പാലസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്കുകാരൻ കാലവർഷക്കാറ്റിന്റെ ഗതികളെ അല്ലെങ്കിൽ ഗമനാഗമനങ്ങളെയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ആ കാലഘട്ടത്തിൽ അറബി നാട്ടിൽ നിന്ന് ഒരുപാട് കപ്പലുകളെ മലബാർ തീരത്തേക്ക് ആകർഷിക്കുകയുണ്ടായി കച്ചവടത്തിനായിട്ട്. ഹോർമുസ് എന്ന് പറയുന്ന തുറമുഖത്തിൽ നിന്നെല്ലാം 120 കപ്പലുകളാണ് ഈ കാലവർഷക്കാറ്റിന്റെ സമയത്ത് അവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇതേപോലെ അത് മനസ്സിലാക്കിയ തോമാസ് ലീഹ, ദക്ഷിണേന്ത്യയിൽ യഹൂദന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ തോമാസ് ലീഹ ഈ കപ്പൽ മാർഗമാണ് മലബാറിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ AD 52 മലബാറിലെ പ്രധാനപ്പെട്ട തുറമുഖമായ കൊടുങ്ങല്ലൂരിൽ തോമാസ് ലീഹ കപ്പലിറങ്ങുകയാണ് ചെയ്തത്. തോമാസ് ലീഹയ്ക്ക് അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് അരാമ്യ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തോമാസ് ലീഹയുടെ സുവിശേഷ ദൗത്യം കുറച്ചുകൂടി എളുപ്പമായി. അങ്ങനെയാണ് തോമാസ് ലീഹ കൊടുങ്ങല്ലൂര്, പാലയൂര്, പറവൂര്, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ, കൊല്ലം എന്നീ പ്രദേശങ്ങളിലെല്ലാം പള്ളി സ്ഥാപിക്കുന്നത്. തോമാസ് ലീഹ കേരളത്തിൽ വന്ന് ബ്രാഹ്മണന്മാരെയും നമ്പൂതിരിമാരെയും എല്ലാം മതം മാറ്റി ക്രിസ്ത്യാനികളാക്കി എന്നുള്ളതാണ് പൊതുവെ പല ആളുകളും പറയപ്പെടുന്ന ചരിത്രം. അല്ലെങ്കിൽ പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രവും നമ്പൂതിരി ബ്രാഹ്മണന്മാരെ ക്രിസ്ത്യാനികളാക്കി എന്നുള്ളതാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു കാര്യമല്ല. തോമാസ് ലീഹ യഹൂദ ഭാഷ സംസാരിക്കുന്ന യഹൂദ പശ്ചാത്തലമുള്ള ആളുകളെയാണ് ക്രിസ്ത്യാനികളാക്കി മാറ്റിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ ആ തോമാസ് ലീഹ കടന്നു വന്ന കാലഘട്ടത്തെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സംഘകാലഘട്ടത്തിലാണ് തോമാസ് ലീഹ കേരളത്തിലെത്തുന്നത്. ഈ സംഘകാലം എന്ന് പറയുന്നത് BC 2-ാം നൂറ്റാണ്ടിനും AD 3-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള 5 നൂറ്റാണ്ടുകളാണ്. ഈ സംഘകാലത്താണ് മൗര്യ സാമ്രാജ്യത്തിനെതിരെ ദക്ഷിണേന്ത്യയിലെ 3 നാട്ടുരാജ്യങ്ങൾ ഒരുമിക്കുന്നത്. ചേര, ചോള, പാണ്ഡ്യ. ഈ 3 രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു തമിഴ് ജനകീയ ശക്തിയായി വടക്കേന്ത്യയിൽ നിന്നുള്ള മൗര്യ സാമ്രാജ്യ ആധിപത്യത്തിന് എതിരെ ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ കൂട്ടായ്മയായി മാറിക്കൊണ്ടിരുന്നത്. ചെറിയ യുദ്ധങ്ങളും മടക്കങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ചോള, ചേര, പാണ്ഡ്യ എന്നീ നാട്ടുരാജ്യങ്ങൾ മൗര്യന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ മൂവരും ഒന്നിക്കുകയും ഈ ഒന്നിക്കൽ അതിന് പ്രധാന ഘടകമായി തീർന്നത് തമിഴ് ഭാഷയാണ്. ഈ തമിഴ് ഭാഷയിൽ അവർ ഒന്നിക്കുന്നത് ഒരു സാംസ്കാരിക കൂട്ടായ്മയായി തീരുകയും തമിഴ് ഭാഷയിൽ വളരെ വലിയ വിപ്ലവങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. ലിപി ഇല്ലാതിരുന്ന തമിഴ് ഭാഷ ബ്രാഹ്മി ലിപി സ്വീകരിക്കുകയും അതുവഴി ഒരുപാട് കവിതകളും ലിഖിതങ്ങളും എഴുതി തമിഴ് സാഹിത്യത്തിനെ ഒരുപാട് പോഷിപ്പിച്ചു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സംഘകാലഘട്ടത്തിലാണ് തോമാസ് ലീഹ കേരളത്തിലെത്തുന്നത്. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് എവിടെയെല്ലാം യഹൂദന്മാരുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം യഹൂദ വ്യാപാരികൾ വഴിയായിട്ട് തോമാസ് ലീഹ മനസ്സിലാക്കിയിരുന്നു. ഇത് ഇദ്ദേഹത്തിന്റെ ഇവിടെ വന്നതിന് ശേഷമുള്ള സുവിശേഷ ദൗത്യം കുറച്ചും കൂടെ വളരെ എളുപ്പത്തിലാക്കിയിരുന്നു. കൊടുങ്ങല്ലൂരിലെത്തിയ തോമാസ് ലീഹ ആദ്യമായി സുവിശേഷം അറിയിക്കുന്നത് പാലയൂരിലാണ്. പാലയൂരിൽ വെച്ചിട്ടാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ കുടുംബ ചരിത്രങ്ങളിലെല്ലാം കേൾക്കുന്ന 4 പ്രധാനപ്പെട്ട കുടുംബങ്ങൾ, ശങ്കരപുരി, പകലോമറ്റം, കള്ളി, കളിയങ്കാവ് എന്നീ പറയുന്ന കുടുംബങ്ങളിലെ ആളുകൾ ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നത്. ഈ 4 കുടുംബങ്ങളിലും ഉണ്ടായിരുന്നവർ
നമ്പൂതിരിമാരായിരുന്നു എന്നാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യം. അവർ നമ്പൂതിരിമാരായിരുന്നില്ല. കാരണം AD 1-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നമ്പൂതിരിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നീട് നമ്പൂതിരിമാരുടെ വരവിന് ശേഷം സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അവർക്ക് തുല്യമായിട്ടുള്ള സാമൂഹിക അംഗീകാരങ്ങളും ഔന്നത്യങ്ങളും ലഭിച്ചതുകൊണ്ട് സ്വയം മേനി നടിക്കാൻ വേണ്ടി അവർ നമ്പൂതിരിമാരായിരുന്നു എന്ന് പറയുന്നതാണ്. എന്നാൽ നമ്പൂതിരിമാരായിരുന്നില്ല. എന്നാൽ നമ്പൂതിരിമാരുടെ അതേ സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ പ്രിവിലേജസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമായിട്ടുള്ള കുടുംബം തന്നെയാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ആദ്യകാലങ്ങളിലുള്ള ആളുകൾ. അങ്ങനെ പല തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗോണ്ടഫ്രസ് രാജാവ് മുഖാന്തരമാണ് തോമസ് ലീഹ ഭാരതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിലും പിന്നീട് ഇവിടെയുള്ള മലങ്കരയിലുള്ള ക്രിസ്ത്യാനികൾ ഈ ആക്സ് ഓഫ് തോമസ് നാടകരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഗോണ്ടഫ്രസ് രാജാവിന്റെ കൊട്ടാരം പണിയുന്നതിനല്ല, പകരം ചോള രാജാവിന്റെ കൊട്ടാരം പണിയുന്നതിന് വേണ്ടിയിട്ട് തോമസ് ലീഹ കേരളത്തിൽ എത്തിച്ചേർന്നതാണ്, ഇന്ത്യയിൽ എത്തിച്ചേർന്നതാണെന്നുള്ള രീതിയിലുള്ള പാട്ടുകളിലേക്ക് അത് മാറിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇവിടെയുള്ള അന്നത്തെ നാട്ടുരാജാക്കന്മാരെ പ്രീതിപ്പെടുത്തുവാനായിരിക്കാം അങ്ങനെ ഒരു മാറ്റി എഴുതിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള പറഞ്ഞുള്ള ചരിത്രങ്ങളും ഇങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ തോമസ് ലീഹയുടെ ചരിത്രത്തിന്റെ ആധികാരികതയെ ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും തോമസ് ലീഹയുടെ ഭാരത സന്ദർശന ചരിത്രത്തിന്റെ ആധികാരികത കൂടുതൽ വ്യക്തമാകുന്നത് പിന്നീട് ഉള്ള നൂറ്റാണ്ടിലെ ചില സംഭവങ്ങളാണ്. ഇന്ത്യയിൽ വന്നിട്ടുള്ള സന്ദർശകരുടെയും കച്ചവടക്കാരുടെയും യാത്രാ വിവരണങ്ങളാണ് ഇതിനു വേണ്ടി തെളിവായിട്ട് ഉപയോഗിക്കാറുള്ളത്. അത്തരത്തിലുള്ളൊരു തെളിവാണ് അലക്സാണ്ട്രിയയിൽ നിന്ന് 2-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്നെത്തിയ പാന്തിയൂസിന്റെ യാത്രാ വിവരണം. അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന ദിമിത്രിയസിന്റെ ആഹ്വാനത്താൽ ഇന്ത്യയിലേക്ക് സുവിശേഷീകരണവുമായി കടന്നു വന്ന പാന്തിയൂസ് ഇന്ത്യയിൽ വരികയും അവിടെ തോമസ് ലീഹാൽ ജ്ഞാനസ്നാനം പ്രാപിച്ച ഒരു കൂട്ടം വിശ്വാസികളെ കാണുകയും അതുപോലെ തന്നെ അവരുടെ ഇടയിൽ എബ്രായ ഭാഷയിൽ എഴുതിയ മത്തായി സ്ലീഹയുടെ സുവിശേഷം കണ്ടു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് സഭാചരിത്രകാരന്മാരായിട്ടുള്ള യൂസേബിയസും സെന്റ് ജെറോമുമാണ്. ഈ രേഖ പ്രകാരം പാന്തിയൂസ് കേരളത്തിൽ വന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. അതിന്റെ കാരണം പാന്തിയൂസ് ഇന്ത്യയിൽ വന്നു എന്നുള്ളതാണ് രേഖ. ഇന്ത്യ എന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, പഞ്ചാബ് ആ മേഖലകളെ ആണ് 1-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം സിന്ധു നദിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ എന്നുള്ള പേരൊക്കെ നമുക്ക് ലഭിച്ചത്. അതുപോലെ ഗോണ്ടഫ്രസ് രാജാവിന്റെ രാജ്യത്തിന്റെ പേര് തന്നെ ഇൻഡോ പാർത്തിയൻ എന്നാണ്. അപ്പൊ ഇന്ത്യ എന്നുള്ളത് ആ മേഖലയാണ്. കാരണം അവിടെ സെന്റ് തോമസ് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പാന്തിയൂസ് ഒരുപക്ഷെ ഈ പറയുന്ന മേഖലകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്, ഇന്ത്യ എന്നുള്ള രീതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ എത്തിച്ചേർന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമായിട്ട് ആരും പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലുള്ള സുറിയാനി വിശ്വാസികൾ പാന്തിയൂസ് കേരളത്തിൽ വന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് മാർത്തോമ സ്ലീഹായുടെ സിംഹാസനവാദം ഉന്നയിക്കുന്നവരാണ് ഈ വാദത്തിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കാറുള്ളത്. പക്ഷേ അതിന് പ്രത്യേകിച്ചുള്ള അടിത്തറകളൊന്നും തന്നെ ഇല്ല. പിന്നീട് ഇന്ത്യയിലേക്ക് തോമസ് ലീഹയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന വ്യക്തി 3-ാം നൂറ്റാണ്ടിലാണ്. കാബീൻ എന്ന് പറയുന്ന സുറിയാനി കച്ചവടക്കാരനാണ്. മൈലാപ്പൂരുള്ള തോമസ് ലീഹായുടെ ഖബറിടം, അവിടെ നിന്ന് തോമസ് ലീഹായുടെ തിരുശേഷിപ്പായിട്ട് എഡേസിലേക്ക് കൊണ്ടുപോയ ദിവസം കൂടിയാണ് ഈ ജൂലൈ 3 എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ജൂലൈ 3 ഈ 3-ാം നൂറ്റാണ്ടിലെ ഈ സംഭവത്തോടു കൂടിയാണ് പ്രസിദ്ധി ആർജിക്കുന്നത് തോമസ് ലീഹ ചരിത്രത്തിൽ. എഡേസിയിലേക്ക് തന്റെ ഇരട്ട സഹോദരനായ മോറദായയുടെ ഖബറിനോട് ചേർന്നാണ് തോമസ് ലീഹയെ പിന്നീട് അടക്കിയിട്ടുള്ളത് എന്നാണ് ചരിത്രം. മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ തോമസ് ലീഹ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ എഡേസ എന്ന് പറയുന്ന പട്ടണത്തിനെ കുറിച്ചും കൂടെ പറയേണ്ടതുണ്ട്. എഡേസ എന്ന് പറയുന്ന പട്ടണത്തിന് മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ എന്താണ് ഇത്രയും വലിയ പങ്ക് വഹിക്കാനുള്ളത്? അതിനകത്ത് ഒന്നാമത്തെ പങ്ക് എന്ന് പറയുന്നത് 3-ാം നൂറ്റാണ്ടിൽ മൈലാപ്പൂരിൽ ഖബറടങ്ങിയ തോമസ് ലീഹായുടെ തിരുശേഷിപ്പുകൾ സുറിയാനി കച്ചവടക്കാരനായ ഗാബീൻ വന്ന് ജൂലൈ 3-ാം തീയതി എഡേസിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. ഈ എഡേസിലേക്ക് കൊണ്ടുപോയ ദിനമാണ് ജൂലൈ 3 ഇന്ന് തോമസ് ലീഹയുടെ ദുഃഖർവനോ ഓർമ്മ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇതിനുശേഷമാണ് ജൂലൈ 3 ഇത്രയധികം പ്രാധാന്യം ഉണ്ടായത്. അപ്പോൾ എഡേസ എന്ന് പറയുന്ന
പട്ടണത്തിന് അത്രയും പ്രാധാന്യം തോമാസ് ലീഹയുടെ ചരിത്രത്തിലുമുണ്ട്. യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ എഡേസ പട്ടണം ഭരിച്ചുകൊണ്ടിരുന്നത് അബ്ഗാർ 5-ാമൻ രാജാവാണ്, അല്ലെങ്കിൽ അബ്ഗാർ ദ ബ്ലാക്ക്. അദ്ദേഹം ഒരു രോഗത്തിന് അടിമയായിരുന്നു. പല ആളുകളും പറയുന്നത് കുഷ്ഠരോഗമായിരുന്നു എന്നുള്ളതാണ്. യേശു കർത്താവിന്റെ അത്ഭുത രോഗസൗഖ്യ പ്രവൃത്തികളെ കുറിച്ചൊക്കെ കേട്ടറിഞ്ഞ അബ്ഗാർ രാജാവ് യേശു കർത്താവ് എഡേസ വരെ വരണമെന്നും തന്നെ സൗഖ്യമാക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഒരു കത്ത് യേശു കർത്താവിന് അയക്കുകയുണ്ടായി. ഇതിന് മറുപടിയായിട്ട് യേശു കർത്താവ് തനിക്ക് വരാൻ കഴിയില്ലെന്നും പകരം ഒരു ശിഷ്യനെ ഉറപ്പായിട്ടും അയക്കാമെന്നും പറഞ്ഞുകൊണ്ട് മറുപടിയും യേശു കർത്താവ് അബ്ഗാർ രാജാവിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന എഡേസ പ്രദേശത്തേക്ക് സുവിശേഷവുമായി പോയത് തോമാസ് ലീഹായുടെ ഇരട്ട സഹോദരനായ മോർ അദ്ദായിയാണ്. അദ്ദേഹം അവിടെ കടന്നു പോവുകയും അബ്ഗാർ രാജാവ് സൗഖ്യം പ്രാപിക്കുകയും അബ്ഗാർ രാജാവും ആ രാജ്യത്തിലുള്ള ആളുകളും ക്രിസ്ത്യാനിത്വം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് എഡേസ എന്ന് പറയുന്ന പട്ടണം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്കൂൾ ഓഫ് എഡേസ, വളരെ വലിയ ദൈവശാസ്ത്ര ചിന്തകൾ എഡേസയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അന്ത്യോക്യൻ സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് എഡേസ എന്ന് പറയുന്നത്. അപ്പോൾ എഡേസ എന്ന് പറയുന്ന പ്രദേശം മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളുടെ പാരമ്പര്യത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനം വഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3-ാം നൂറ്റാണ്ടിൽ ഖാബീൻ എന്ന് പറയുന്ന സുറിയാനി കച്ചവടക്കാരൻ മൈലാപ്പൂരിൽ നിന്ന് തോമാസ് ലീഹായുടെ തിരുശരീരം തിരുശേഷിപ്പായിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് തോമാസ് ലീഹ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏക തെളിവായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. അതല്ലാതെ തോമാസ് ലീഹ ഇവിടെ കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു രീതിയിലുള്ള തെളിവുകളും നമുക്ക് നിലവിൽ ലഭ്യമല്ല. എന്നാൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ട് ഓഫ് തോമസിലേക്കുള്ള നാടകത്തിന്റെ അടിസ്ഥാനത്തിലും നാടകത്തിന്റെ രൂപത്തിലുള്ള കലാസൃഷ്ടികളിൽ നിന്നും അങ്ങനെയുള്ള പാട്ടുകളിൽ നിന്നൊക്കെയാണ് തോമാസ് ലീഹയുടെ ദക്ഷിണേന്ത്യയിലെ ചരിത്രങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് തോമാസ് ലീഹയുടെ തിരുശരീരം ഈ ദക്ഷിണേന്ത്യയിലെ മൈലാപ്പൂരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രദേശത്ത് വന്നു എന്നുള്ളതിന്റെ ഏറ്റവും തെളിവായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. AD 325 നിക്യ സുനോദോസ് നടക്കുന്നു. നിക്യ സുനോദോസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജോൺ എന്നു പേരുള്ള ഒരു മെത്രാൻ അവിടെ പങ്കെടുക്കുന്നു. ഈ ഇന്ത്യയിൽ നിന്ന് എന്ന് പറയുമ്പോൾ മലങ്കരയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനുള്ള ബന്ധത്തിനുള്ള യാതൊരു തെളിവുകളും നമുക്ക് ലഭ്യമല്ല. ഇന്ത്യയെ പ്രതിനിധീകരിച്ചു എന്ന് പറയുമ്പോൾ അത് റോമിന്റെ അതിർത്തി പങ്കിടുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഇൻഡോ പാർത്യൻ മേഖലകൾ, ആ കാലഘട്ടങ്ങളിൽ AD 325 ഇൻഡോ പാർത്യൻ രാജ്യമില്ല. ആ മേഖലകളിൽ അന്ന് അവിടെ ക്രിസ്ത്യാനികളുണ്ട്, തോമാസ് ലീഹ അവിടെ പോയിട്ടുണ്ട്. ആ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ പ്രതികരിച്ച് ഒരാൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മലങ്കരയിലെ ക്രിസ്ത്യാനികൾ നിക്യ സുനോദോസിന് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. അപ്പോഴും ഇവിടെ കേരളത്തിൽ ഈ മൈലാപ്പൂരിൽ നിന്ന് തിരുശേഷിപ്പുകളൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോഴും കേരളത്തിൽ ഇവിടെ വിശ്വാസികളുണ്ട് എന്നുള്ള കാര്യത്തിൽ മറ്റ് സഭകൾക്ക്, അല്ലെങ്കിൽ റോമിലുള്ള സഭകൾക്ക്, പ്രധാനപ്പെട്ട അന്നത്തെ 3 സിംഹാസനങ്ങൾ, റോം, അലക്സാണ്ട്രിയ, അന്ത്യോക്യ, ഈ പറയുന്ന സഭകൾക്കൊന്നും തന്നെ ഈ പറയുന്ന മലങ്കരയിലുള്ള വിശ്വാസികളെ പറ്റി യാതൊരു ധാരണയുമില്ല. കാരണം 2-ാം നൂറ്റാണ്ടിൽ പാന്തിനിയൂസ് അലക്സാണ്ടറിൽ നിന്ന് വരികയാണ്. മലങ്കരയെ പറ്റി യാതൊരു അറിവും അലക്സാണ്ടറിയൻ സഭയ്ക്കില്ല. 3-ാം നൂറ്റാണ്ടിൽ ഖാബീൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ മൈലാപ്പൂരിൽ വന്ന് തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് കൊണ്ടുപോവുകയാണ്. അപ്പോഴും മലങ്കരയിൽ ക്രിസ്ത്യാനികളുള്ള കാര്യം അവർക്കറിയില്ല. ഇവരെല്ലാം ഇന്ത്യയിൽ വന്നു എന്ന് പറയുന്നതല്ലാതെ കേരളവുമായിട്ട് യാതൊരു ബന്ധവും ആ സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു തോമാസ് ലീഹായുടെ ഒരു സിംഹാസനം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നീട് AD 345 വീണ്ടും എഡേസ എന്ന് പറയുന്ന പ്രദേശം മലങ്കര ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നത്. ഉറഹ എന്ന് പറയുന്നത് എഡേസയുടെ മറ്റൊരു പേരാണ്. സുറിയാനി വാക്കിൽ ഉറഹോയ് എന്നാണ്. ഉറഹായിലുള്ള മാർ യൗസെഫ് എന്ന് പറയുന്ന മെത്രാൻ 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ തനിക്ക് തോമാസ് ലീഹായുടെ ഒരു ദർശനം ഉണ്ടായി. താൻ ഭാരതത്തിൽ രക്തസാക്ഷിത്വം വഹിക്കപ്പെട്ടുവെന്നും അവിടെയുള്ള ക്രിസ്ത്യാനികൾ വളരെ ബുദ്ധിമുട്ടുന്നു എന്നുള്ള ഒരു ദർശനമാണ് മാർ യൗസെഫിന് തോമാസ് ലീഹ നൽകിയത്. ഇതിൽ പരിഭ്രാന്തനായ മാർ യൗസെഫ്
തൻ്റെ മേലധ്യക്ഷനായിട്ടുള്ള അന്ത്യോക്യൻ പാത്രിയാർക്കീസുമായിട്ടും സെലൂഷ്യയിലെ കാതോലിക്കയുമായിട്ടും ചർച്ചകൾ നടത്തുകയും ഇതിനെക്കുറിച്ച് മലങ്കരയിൽ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ലാതിരുന്ന അവർ ഈ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുവാൻ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തി, ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ക്നായി തോമ. അദ്ദേഹമാണ് മലങ്കരയിൽ കടന്നു വരികയും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ വിശ്വാസികൾ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നും വളരെ നിരാശരാണ് എന്നും എല്ലാം അന്ത്യോക്യൻ പാത്രിയാർക്കീസിന്റെ അടുത്തും അതുപോലെ തന്നെ ഈ മാർ യോസെഫ് മെത്രാനോടും പോയി പറയുകയും പിന്നീട് ക്നാനായക്കാരുടെ ഒരു കുടിയേറ്റം AD 345 ഇവിടെ സംഭവിക്കുന്നത്. അത് മലങ്കരയിലുള്ള ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനാണ്. അന്നു മുതൽ തന്നെ സുറിയാനി ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭയുമായിട്ടുള്ള ബന്ധം മലങ്കരയിലുള്ള വിശ്വാസികൾക്ക് ഉണ്ടാകുകയാണ്. ഈ മലങ്കരയിലെ വിശ്വാസികളുടെ അന്നേരത്തെ അവസ്ഥ എന്താണ്, അവരുടെ ദുഃഖത്തിലായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളായി മാറി എന്നതല്ലാതെ ദൈവശാസ്ത്ര വിജ്ഞാനീയത്തിലുണ്ടായിട്ടുള്ള അറിവുകളോ മറ്റു രീതിയിലുള്ള വെസ്റ്റ്മെന്റുകളോ അവർക്ക് മറ്റു രീതിയിലുള്ള ആരാധനക്രമങ്ങളോ ഒന്നും തന്നെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ ഒറ്റപ്പെട്ട് ഉണ്ടായിരുന്ന ഒരു വിഭാഗം മാത്രമാണ്. അവർക്ക് അപ്പോസ്തോലികത്വവുമായിട്ട് കടന്നു വരുന്നത് ക്നായി തോമയുടെ AD 345 തൻ്റെ കുടുംബം അല്ലെങ്കിൽ ക്നാനായക്കാരുടെ കുടിയേറ്റത്തിലാണ് അവർക്ക് സംഭവിക്കുന്നത്. അന്നു മുതൽ സുറിയാനി സഭയുമായി, അന്ത്യോക്യയിലെ സുറിയാനി സഭയുമായിട്ട് മലങ്കര ബന്ധപ്പെടുകയാണ്. ഇത് നിരാകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ കൃത്യമായി ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ തോമാസ് ലീഹ മുതലുള്ള എന്തോ ഒരു പാരമ്പര്യം പോർച്ചുഗീസുകാരുടെ വരവ് വരെ വളരെ കാര്യക്ഷമമായി പോയിക്കൊണ്ട് ഇരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സിംഹാസനവാദവും പൊളിയും, സക്സഷൻ വാദവും കൈവപ്പ് വാദവും എല്ലാം പൊളിയും. പിന്നെ അതുമാത്രമല്ല നിക്ക സുനഹദോസുമായിട്ടോ അല്ലെങ്കിൽ യാതൊരു സുനഹദോസുമായി ബന്ധമില്ലാത്തവർ ആഗോളതലത്തിലുള്ള ഏകവും സത്യവും അപ്പോസ്തോലികവും കാതോലികവുമായിട്ടുള്ള സഭയുടെ അംഗങ്ങളായിട്ട് ഇരിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഇത് കണക്ട് ആകുന്നത്, ആ കൂട്ടായ്മ കണക്ട് ആകുന്നത് AD 345 ക്നായി തോമയുടെ വരവോടുകൂടിയാണ്. കേരളത്തിൽ തോമാസ് ലീഹ വന്നിട്ടുണ്ടോ എന്നും ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ്, രണ്ടാമത്തെ തെളിവ് വരുന്നത് ക്നായി തോമയുടെ വിവരണത്തിൽ നിന്നാണ്. ക്നായി തോമ ഇവിടെ കടന്നു വരികയും ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നും അവർ വളരെയധികം ക്ലേശത്തിലാണ് എന്നുള്ള വിവരണം അന്ത്യോക്യയിലെ പാത്രിയാർക്കീസിനോടും അതേപോലെ തൻ്റെ മെത്രാനായിട്ടുള്ള മോർ യോസെഫിനോടും താൻ അറിയിക്കുന്നതും വഴിയായിട്ടാണ് ഇവിടെ തോമാസ് ലീഹ വന്നിട്ടുണ്ട് എന്നും ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് തോമാസ് ലീഹയുടെ ചരിത്രത്തിന്റെ ആധികാരികത കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത് പിന്നീടുള്ള നൂറ്റാണ്ടുകളിലാണ് എന്ന് ഞാൻ പറഞ്ഞത്. തോമാസ് ലീഹായാൽ ജ്ഞാനസ്നാനം പ്രാപിച്ച് ക്രിസ്ത്യാനികളായി തീർന്ന ആ ജനതയെ AD 345 ക്നാനായക്കാരുടെ കുടിയേറ്റത്തോടു കൂടി സുറിയാനി സഭയുടെ ഭാഗമാകുകയും സുറിയാനി സഭയുടെ ആരാധനക്രമങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ക്നാനായക്കാരുടെ കൂടെയാണ് സുറിയാനിക്കാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസും സോഷ്യൽ പ്രിവിലേജസും പിന്നീട് ലഭിക്കുന്നത്. ക്നാനായക്കാർക്ക് ലഭിച്ചിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് ആണ് പിന്നീടുള്ള സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതാണ് പിന്നീട് നമ്പൂതിരിമാരായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. എന്തായാലും ക്നാനായക്കാര് യഹൂദന്മാരായതുകൊണ്ട് സുറിയാനിക്കാരെ വേർതിരിക്കാൻ വേണ്ടി നമ്പൂതിരികളായിരുന്നു എന്ന് പറയുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ഒരു വിഭാഗം ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നും അവരെ AD 345 ക്നായി തോമയുടെ വരവോടുകൂടി അവർ സുറിയാനി സഭയുടെ ഭാഗമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വ്യക്തമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചരിത്രം. വീണ്ടും ജൂലൈ 3 നമുക്ക് കടന്നു വരാം. 3-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഹയുടെ തിരുശേഷിപ്പുകൾ മൈലാപ്പൂരിൽ നിന്ന് എഡേസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം പല കാലഘട്ടങ്ങളിലായി പല സഭകൾക്കും തോമാസ് ലീഹയുടെ റിലിക്സ് ലഭിക്കുകയുണ്ടായി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ മൈലാപ്പൂരിൽ നടത്തിയ ഖനനത്തിൽ അല്ലെങ്കിൽ തോമാസ് ലീഹയുടെ കബറിടത്തിൽ കുഴിച്ചപ്പോൾ ചില അസ്ഥികൾ അവർക്ക് ലഭിക്കുകയുണ്ടായി എന്ന് പറയുന്നു. ഇത് തോമാസ് ലീഹയുടേതാണോ അതോ തോമാസ് ലീഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടേതാണോ എന്ന് ഒക്കെ പറയപ്പെടുന്നു. എന്തായാലും പോർച്ചുഗീസുകാർ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലേക്ക് പിന്നീട് പോയതായിട്ടുണ്ട്. മലങ്കരയിൽ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പുകൾ കൃത്യമായി എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ മുളന്തുരുത്തിപ്പള്ളിയിലാണുള്ളത്. 1994 ജൂലൈ 3 അന്ത്യോക്യൻ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസ് മോർ സാക്ക പ്രഥമൻ ബാവ അദ്ദേഹമാണ്
ഈ മുളന്തുരുത്തി പള്ളിയിൽ തോമാസ് ലീഹായുടെ റിലിക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം 1969 റോമൻ കത്തോലിക്ക സഭ ജൂലൈ 3 സെന്റ് തോമസ് ഡേ ആയിട്ട് അംഗീകരിക്കുന്നത്. റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം തോമസ് ലീഹയെ കുറിച്ചുള്ള തെളിവുകളും വിവരണങ്ങളും വളരെ പരിമിതമാണ്. ആഗോള ക്രൈസ്തവർക്കിടയിൽ തോമസ് ലീഹയെ കുറിച്ചുള്ള കൃത്യമായ തെളിവുകളും കൃത്യമായ വിവരണങ്ങളും ഉള്ളത് സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെയാണ് ഉള്ളത്. അതിന്റെ തെളിവുകളാണ് കുറച്ചു മുമ്പ് നാം കേട്ടത്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് മൈലാപ്പൂരിൽ നിന്ന് തോമസ് ലീഹായുടെ തിരുശേഷിപ്പുകൾ എഡേസയിലേക്ക് കൊണ്ടുപോയ ജൂലൈ 3 സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തെളിവുകളാണ്. അതുപോലെ തന്നെ എഡേസയിലുള്ള യൗസെഫ് മെത്രാന്റെ തോമസ് ലീഹയുമായിട്ടുള്ള ദർശനം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായിട്ട് നിയോഗിക്കപ്പെട്ട ക്നായി തോമയുടെ വിവരണങ്ങൾ, ഇതെല്ലാം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ തെളിവുകളും വിവരണങ്ങളുമാണ്. ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ രീതിയിൽ തോമസ് ലീഹ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് തെളിയിക്കാൻ പോലും കഴിയുന്നത്. അതുപോലെ തന്നെ തോമസ് ലീഹയെ കുറിച്ചുള്ള പ്രാർത്ഥനകളും അദ്ദേഹത്തെ ഭാരതത്തിന്റെ അപ്പോസ്തോലനായിട്ട് കൃത്യമായി അംഗീകരിക്കുന്നതും സുറിയാനി ഓർത്തഡോക്സ് സഭ തന്നെയാണ്. ഓരോ വർഷവും ജൂലൈ 3 തോമസ് ലീഹയെ ഓർക്കുമ്പോഴും കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തോമസ് ലീഹയെ പറ്റി ഓർക്കുന്നത് പോലും പല തർക്കങ്ങളിലേക്കാണ് അത് നയിക്കുന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ ധീരനായ ഒരു സുവിശേഷകനായിരുന്ന ഭാരതത്തിന്റെ അപ്പോസ്തോലനായ ഭാരതത്തിന്റെ സ്വന്തം സഹതയായ യേശു കർത്താവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ലീഹായെ മലങ്കരയിലുള്ള സഭകൾ ഉപയോഗിക്കുന്നത് തർക്കങ്ങൾക്കും സിംഹാസനവാദങ്ങൾക്കുമാണ് എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് രക്തസാക്ഷികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് പറയേണ്ട പേര് തന്നെ തോമസ് ലീഹായുടേത് തന്നെയാണ്. എന്നാൽ പൊതുവെ ഇത് ആരും പറയാറില്ല. സഭാ തർക്കങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളുകളെയൊക്കെയാണ് സഹദാന്മാരായിട്ട് ഇന്ത്യയിൽ പല ആൾക്കാരും കരുതിയിരിക്കുന്നത്. എന്നാൽ തോമസ് ലീഹ സഹതയാണ്. എന്തുകൊണ്ടാണ് ഇവർ അത് അംഗീകരിക്കാത്തത്? ഒരുപക്ഷെ തോമസ് ലീഹ വിദേശി ആയതുകൊണ്ടായിരിക്കാം അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത്. തോമസ് ലീഹ രക്തസാക്ഷിത്വം വഹിക്കുന്നത് പല്ലവ ബ്രാഹ്മണന്മാരുടെ കുന്തമനയാലുള്ള കുത്തേറ്റിട്ടാണ്. അതുകൊണ്ട് തന്നെ തോമസ് ലീഹായുടെ ഐക്കണുകളിൽ തോമസ് ലീഹ കുന്തം പിടിച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് സൂചിപ്പിക്കുന്നത് കുന്തമുനയാലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന് ആണ് സൂചിപ്പിക്കുന്നത്. ആഗോള ക്രൈസ്തവർക്കിടയിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്ന ചരിത്രം തന്നെയാണ് തോമസ് ലീഹായുടേത്. ഈ ഓരോ ഇന്ത്യക്കാരനും അതിൽ അഭിമാനിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. തോമസ് ലീഹ ആ ധീര സുവിശേഷകന്റെ, അപ്പോസ്തോലന്റെ, സഹതയുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഭാരതത്തിലെ ഓരോ ക്രിസ്ത്യാനികൾക്കും കോട്ടയും കാവലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി.